ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ച്, അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ്, ഒരുപാട് ബുക്സ്, ഒരുപാട് വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ? മിക്കതിനകത്ത് നമ്മൾ പറയുന്നത് നമ്മളുടെ ഇംഗ്ലീഷ് ആക്സെൻറ്റ് ശരിയാക്കുക, നമ്മളുടെ ബോഡി ലാംഗ്വേജ്, ഹൈറ്റ്, നമ്മൾ സ്ട്രെയിറ്റ് ആയി നിൽക്കുക, കോൺഫിഡൻ്റ് ആകുക, അതുപോലെ തന്നെ ഡ്രസ്സിങ്സ്, പെർഫെക്റ്റ് ഡ്രസ്സിങ്സ്, ഇന്ന ഡ്രസ്സ് ചെയ്യണം, ഇന്ന കളർ, ഇന്ന പാറ്റേൺ, ആ രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് മിക്കവാറും നമ്മൾ എല്ലാത്തിനും കാണുന്നത്. ബട്ട് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇതിനകത്ത്, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാലും പലപ്പോഴും നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ, നിർബന്ധിച്ച് സ്റ്റേജ് ഫിയർ മാറ്റുക, സ്റ്റേജ് ഫിയർ മാറ്റാനായിട്ട് നിർബന്ധിച്ച് അവരെ സ്റ്റേജിൽ കൊണ്ട് നിർത്തുക, അപ്പോൾ അവരെ കോൺഫിഡൻസ് കൂടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റിയിട്ട് പിന്നെ ഒരിക്കലും സ്റ്റേജിൽ കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താണ് നമുക്കിതിനകത്തൊരു പരിഹാരം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നത്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഫോക്കസ് ചെയ്യാനേ പാടില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു എൻഡ് പ്രോഡക്റ്റ് ആണ്. നമ്മുടെ സംസാരം, നമ്മുടെ ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ വായിലൂടെ വരുന്ന ഒരു എൻഡ് പ്രോഡക്റ്റ് ആണ്. ബട്ട് അതിൻ്റെ മെയിൻ കാര്യം നമ്മുടെ ബ്രെയിനിലാണ് നടക്കുന്നത്. സോ വി ഹാവ് ടു, ഈ കടയ്ക്കൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ, നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എൻഡിലാണ് ചെയ്യുന്നത്. ലൈക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു കുക്കിംഗ്, റെസ്റ്റോറൻറ്റിൽ ഒരു കുക്കുണ്ട്, അയാൾ നല്ലതായിട്ട് പാചകം ചെയ്യുന്നു, ഒരു വെയിറ്റർ ആണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ വെയിറ്ററെ എത്രമാത്രം നമ്മൾ മനോഹരമാക്കിയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എത്രയൊക്കെ ഭംഗിയാക്കിയാലും ആ നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റി അത് നന്നായിട്ടില്ലെങ്കിൽ ആരും വരില്ല. സോ ദാറ്റ് ക്വാളിറ്റി ഓഫ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ ഫുഡ് നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്, ക്വാളിറ്റിയാണ് എന്തുണ്ടെങ്കിൽ വെയിറ്റർ ഇല്ലെങ്കിൽ പോലും ആൾക്കാർ ക്യൂ നിന്നിട്ടായാലും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകും. സോ അതുകൊണ്ട് ഫസ്റ്റ് വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ കണ്ടൻറ്റ്. അപ്പോൾ നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് അറിയാമെങ്കിൽ കണ്ടൻറ്റ്, അതാണ് നമ്മുടെ ആ ഇൻഗ്രീഡിയൻറ്റ്, നമ്മൾ പറയുന്ന നല്ല ഇൻഗ്രീഡിയൻറ്റ് വാങ്ങിക്കുക, നല്ലതായിട്ട് കുക്ക് ചെയ്യുക, ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുക, അപ്പോഴൊക്കെയാണ് ആൾക്കാർ അതിൽ ഇൻട്രസ്റ്റഡ് ആകുന്നത്. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പറയുന്ന വേ ഓഫ് ടോക്കിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്സ്, അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ പറയുന്നത് കൊണ്ട് മറ്റുള്ള ഒരാൾക്ക് ഒരു ഉപകാരം ഉണ്ടാകുമെങ്കിൽ, ദാറ്റ് ഈസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. അയാൾക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്കൊരു ക്ലാരിറ്റി വേണം. നമ്മൾക്ക് ക്ലാരിറ്റിയും കണ്ടൻറ്റും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അത് ഇപ്പോൾ പറയാമല്ലോ, ഒരു ചെറിയൊരു 10-12 വയസ്സിലുള്ള ഒരാൾക്ക്, വയസ്സ് ഇപ്പോൾ വളരെ നാസയിലൊക്കെ നടക്കുന്ന വലിയ സയൻറ്റിഫിക് കാര്യങ്ങളൊന്നുമല്ല, നോർമൽ കാര്യങ്ങളൊക്കെ ഈവൻ നമുക്ക് ഒരു 10-12 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ. അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന ആൾക്ക്, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒരാൾക്ക് ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് അത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. ഈവൻ ഒരു 12 വയസ്സായ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ സിംപ്ലിഫൈഡ് ആയിട്ട് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഹീ ഈസ് ഗുഡ്, ഹീ ഹാസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതാണ് ബേസിക്കലി നമ്മൾ ഡെവലപ്പ് ആക്കേണ്ടത്. അപ്പോൾ ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പക്ഷേ പിന്നെ കോൺഫിഡൻസ് ഒക്കെ വരുന്നത് നമുക്ക് മെയിനായിട്ട് എക്സ്പീരിയൻസിൽ നിന്നാണ്. നമ്മളൊരു കാര്യം ചെയ്തു, തെറ്റോ ശരിയോ, അല്ലെങ്കിൽ അത് സക്സസ് ആവുകയോ ഫെയിലിയർ ആവുകയോ ഒക്കെ ചെയ്തിട്ട്, ബട്ട് വി ഹാവ് ഗോട്ട് ദാറ്റ് എക്സ്പീരിയൻസ് വിത്ത് അസ്. ആ എക്സ്പീരിയൻസും പിന്നെ നമുക്ക് ആ കണ്ടൻറ് അറിയായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടാവണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുള്ളൂ. സോ വി ഹാവ് ടു ഫോക്കസ് ഓൺ അവർ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി വി ഹാവ് ടു ഫോക്കസ് ഓൺ അവർ കണ്ടൻറ്റ്. ദെൻ ആ കണ്ടൻറ്റിനെ കുറിച്ച് നമുക്ക് നല്ല നോളജ് വേണം. ഇപ്പോൾ ഒരു ആളോട് നമ്മൾ ബാഹുബലി സിനിമ കണ്ടിട്ട് വന്നു, 2-3 പ്രാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര രസമായിട്ട് കണ്ടിട്ട് വന്നു, ഒരു പയ്യനോട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാ രീതിയിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സീൻ ബൈ സീൻ, ഒരാളിങ്ങനെ പറഞ്ഞു അതിനിടയ്ക്കുള്ള സ്റ്റണ്ട് വേണമെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ആളോട് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പം കലിംഗ യുദ്ധം അല്ലെങ്കിൽ അശോകൻ്റെ വാട്ട് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് കിങ് അശോക ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അവിടുന്ന് ഇവിടുന്നൊക്കെ 2-3 കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഫുള്ളായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ ഇതേമാതിരി തന്നെ ഒരു സിനിമയായിട്ട് തന്നെ ഒരു പക്ഷേ ഇത് മുഴുവൻ കാണിച്ചിരുന്നെങ്കിൽ, ഇന്ത്യൻ ഹിസ്റ്ററി മുഴുവൻ കാണിച്ചിരുന്നെങ്കിൽ അവനത് കാണാതെ പഠിച്ചേനെ. സോ
അതെങ്ങനെയാണ് നമുക്കത് അതിൻ്റെ കണ്ടന്റ് ഇപ്പോൾ 20-30% ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമുക്കത് ഡിസ്റ്റർബൻസ് വരും. നമുക്കത് പൂർണ്ണമായിട്ട് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനോ നമുക്ക് പറയാനോ പറ്റത്തില്ല. അപ്പം മെയിനായിട്ട് നമ്മൾ ഒരു ജോലിക്ക് പോവുക, നമ്മൾ പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെ ആ ഒരു ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പാർട്ടാണല്ലോ ഒരു ഇൻ്റർവ്യൂവിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവർ നമ്മളെ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പം നമ്മൾക്ക് ഈ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ ഗ്രാഹ്യമുണ്ട്, അത് 2-3 സെൻറ്റൻസ് അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യേണ്ടത്? നമുക്ക് കോൺഫിഡൻസ് കിട്ടണം. നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് ഈ പറഞ്ഞ മാതിരി നല്ല കോട്ടും സൂട്ടും നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പുറത്ത് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും 2-3 ക്വസ്റ്റ്യൻസ് നമ്മുടെ ടോപ്പിക്കിന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് അപ്പാടെ അങ്ങ് പോകും. സോ എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂവിനെ ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ ഫൈനൽ ഇയറിൽ നോക്കിയാൽ പറ്റുമോ? നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മുതലേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുക, നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പലയിടത്തേക്കും പോകേണ്ടതാണ്. ഓരോ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം. ഈവൻ തേർഡ് ഇയർ മുതലേ തന്നെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. സോ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടണമെങ്കിൽ നമ്മൾ ഗ്രാജുവലി നമ്മളിപ്പോൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യൂ, അപ്പം മുതൽ തന്നെ നമ്മൾ ഇതിനുള്ള പ്രോസസ്സ് തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ കോളേജിൽ ഈ വർഷം ഇനിയുള്ള 2-3 വർഷങ്ങളിൽ വരുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഏതൊക്കെ കമ്പനീസാണ് നമുക്ക് വേണ്ടി നമ്മളെയൊക്കെ എടുക്കാനായിട്ട് വരുന്നത്, ആ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അവർ ഏത് ഫീൽഡിലാണ് നിങ്ങളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഉള്ള നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുവാണെങ്കിലോ ചെറിയ നിങ്ങൾക്ക് ഒരുപാട് സെമിനാർസ്, ഈവൻ നിങ്ങളുടെ കോളേജ് അത്ര നല്ലതല്ലെങ്കിൽ വേറെ നല്ല ഈവൻ IITസിലോ അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റിലോ ഒക്കെ നമുക്ക് NITയിലും ഒക്കെ ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സെമിനാർസ്, അവിടെയൊക്കെ ഓരോരോ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. ടെക്നിക്കൽ സെമിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം. നിങ്ങളത് പോയി നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആ ഏത് ഫീൽഡിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡിലുള്ള ഇതുപോലെ തന്നെയുള്ള വെബിനാർസ് അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ചെറിയ കോഴ്സുകൾ, ചെറിയ വർക്ക്ഷോപ്പുകൾ ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഗ്രാഹ്യം, ഇപ്പം നമുക്കറിയാം ഒരു ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാടൊന്നും അത്ര അങ്ങോട്ട് ഒരു കാര്യത്തിനെക്കുറിച്ച് നോളജ് ഒന്നും ഉണ്ടാവുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഒരു ബേസിക് നോളജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരെക്കാളും കുറച്ചുകൂടെ ഒരു അഡീഷണൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഈവൻ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അവർ നോക്കുമ്പോൾ നമുക്കൊരു പ്ലസ് പോയിന്റ്, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമോ ഈ കാര്യത്തിനെക്കുറിച്ച് എനിക്കറിയാം, ഇവർ ഇന്നാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയാം. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതായിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, നല്ല ഡ്രസ്സൊക്കെ ചെയ്യണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് ഇതുകൊണ്ടൊന്നും പറ്റത്തില്ല. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണം. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻറ്റ് അങ്ങ് കൂട്ടുക. ഏത് കാര്യത്തിനെക്കുറിച്ചാണോ നമുക്കറിയാൻ, നമ്മുടെ ടോപ്പിക്, നമ്മുടെ ഫീൽഡ്, നമ്മൾ ഏതിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ജോലിയിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഏതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹമുള്ളൊരു ജോലി, അതിനെക്കുറിച്ച് മാക്സിമം അറിയാൻ ശ്രമിക്കുക. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക. അത് ഏത് കമ്പനി, ഇപ്പോൾ ചിലപ്പോൾ പർട്ടിക്കുലർ കമ്പനി നമുക്ക് ആ ഫീൽഡിലുള്ള ചിലപ്പോൾ 2, 3, 4 ഇവരുടെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ തന്നെ കമ്പനി, ആ കമ്പനിയിലെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയുക. അതിൽ എന്ത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് അവരുണ്ടാക്കുന്നത്, എവിടേക്കാണ് ഇവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ചിലപ്പോൾ ചെയ്യുന്നത് ഒരുപക്ഷെ വേറെ ഒരു കൺട്രിയിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കൺട്രിയിൽ ഇപ്പോൾ ചിലപ്പോൾ മെക്സിക്കോ, ചിലപ്പോൾ അമേരിക്കയിൽ തന്നെ ഏതെങ്കിലും പല കൺട്രീസിലൊക്കെ അവരുടെ പ്രൊഡക്ട്സ് അവർ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് അറിയാമോ, ഏത് ലാംഗ്വേജിലാണ് ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാരുമായിട്ടാണ് ഇവരുടെ ഇൻട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ആ ലാംഗ്വേജിനെ കുറിച്ച് എന്തെങ്കിലും 2-3 സെൻസ്, കാരണം നമുക്കിപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു, ഈവൻ US ആരെങ്കിലും സംസാരിക്കുന്നു, ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് നമുക്കൊരു കോൾ വരുന്നു, നമ്മൾ സംസാരിക്കുന്നു, അപ്പോൾ അവരുടെ വായിൽ നിന്ന് ഒരു മലയാളം വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ല. അതുപോലെ അവരുടെ ലാംഗ്വേജിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യമെങ്കിലും നമുക്കറിയാമെങ്കിൽ ദിൽ ഗെറ്റ് മോർ ഇംപ്രസ്ഡ്. ആ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ നമുക്കറിയാമല്ലോ ബേസിക് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇൻ്റർവ്യൂവിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കണ്ടൻറ്റ് വരുമ്പോഴത്തേക്കും കണ്ടൻറ്റ് അത്യാവശ്യത്തിന് നമ്മുടെ തലയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് കൂട്ടാം. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ബാക്കിയുള്ള കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ടോപ്പ് ടിപ്സും കൂടെ പറയാം. അതായത് നമുക്ക് എപ്പോഴും ഇപ്പം നമ്മുടെ കാര്യം തന്നെ അങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കും
ആർക്കും അത് കുറച്ച് കഴിയുമ്പം അവർക്കൊരു ഗുണമില്ല. എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഗുണം ഉണ്ടാവണം. അപ്പം നമുക്ക് മാത്രം ഗുണമുള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദേ ഗെറ്റ് സ്പോട്ട്. അപ്പം അത് ഒഴിവാക്കുക. അപ്പം അവർക്ക് ഗുണമുള്ള കാര്യം നമ്മൾ സംസാരിക്കുക. അപ്പം നമുക്ക് ഒരു ഗുണമില്ലെങ്കിലോ, അപ്പം നമുക്കും ഗുണമുള്ള കാര്യം അവർക്കും വിൻ വിൻ സൊല്യൂഷനിലും രണ്ടുപേർക്കും ഗുണമുള്ള കാര്യം കുറച്ച് നമ്മൾ സംസാരിക്കുക. അത് കഴിഞ്ഞ് അവർക്കും സംസാരിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. അല്ലാതെ നമ്മുടെ കാര്യം മാത്രം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനായിട്ട് തോന്നത്തില്ല. സോ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം നമ്മുടെ തന്നെ പേരൻസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ, അല്ലെങ്കിൽ ഈവൻ നമുക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാനോ, എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മുടെ പേരൻസുമാരും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്, നമ്മൾ അവരെ കൺവിൻസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നല്ല ഡ്രസ്സിങ്സും നമ്മുടെ നല്ല ഇംഗ്ലീഷും ഒന്നും അവിടെ വിലപ്പോകത്തില്ല. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റ്, അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏത് സബ്ജക്റ്റാണ് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അവർക്ക് ഒരു പക്ഷേ നമ്മൾ മെഡിസിന് പോകണമെന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ അവരതിന് എല്ലാം പണമൊക്കെ മുടക്കാൻ തയ്യാറായിരിക്കും. ബട്ട് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനെക്കുറിച്ച് നമ്മൾക്കൊരു 6-7 പോയിൻറ്റ്സ് എങ്കിലും അവരെ കൺവിൻസ് ചെയ്യാനുള്ള കൗണ്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അവരുടെ കയ്യിൽ എന്തായാലും അത്രയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഏത് ആർഗ്യുമെൻറ്റിന് നമ്മൾ പോയാലും ഒരു ആർഗ്യുമെൻ്റ് എന്നുള്ള രീതിയിലല്ല, നമുക്കും ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു 6-7 പോയിൻറ്റ്സെങ്കിലും നമ്മുടെ സൈഡിൽ നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഇപ്പോഴത്തെക്കാളും കൂടുതൽ, കാരണം നമുക്ക് നമ്മുടെ പേരൻസിന് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്, നമ്മുടെ കൂടെ നിർത്തേണ്ടതായിട്ടുണ്ട് അവരെ എല്ലാ സമയത്തും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകാതെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ, കാരണം പലപ്പോഴും ആൺകുട്ടികൾക്കാണ് ഈ പ്രശ്നമുള്ളത്. അവർക്ക് അങ്ങോട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന പ്രശ്നം, പക്ഷേ കാര്യങ്ങളൊട്ട് പറയത്തുമില്ല. സോ അതുകൊണ്ട് നമ്മൾ കാര്യപ്രാപ്തമായിട്ടുള്ള കാര്യം, നമ്മൾ പറയുന്നതിൽ കാമ്പുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്താലേ നമുക്കത് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഇറങ്ങി സ്റ്റഡി ചെയ്ത് അങ്ങനെയുള്ള പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സിന് വേണ്ടി പോകാൻ, അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോകാൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 3C ചെയ്താൽ 4ാമത്തെ C ഓട്ടോമാറ്റിക്കലി ശരിയാകും. അതായത് നമുക്ക് കണ്ടൻറ്റ് വേണം, രണ്ടാമത്തെ കാര്യം നമുക്ക് ക്ലാരിറ്റി വേണം. ആ കാര്യത്തിനെക്കുറിച്ച് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ക്ലിയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പകുതിക്ക് വെച്ച് ബ്രേക്ക് ആയിപ്പോവും, അല്ലെങ്കിൽ വേറൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ മുന്നോട്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ കണ്ടൻറ്റ് വേണം, ക്ലാരിറ്റി വേണം. ഇത് രണ്ടും വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും. അല്ലാതെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതിന് പകരം നമ്മളുടെ ഫോക്കസ് കണ്ടൻറ്റിലായിരിക്കണം. കണ്ടൻറ്റ് വേണം, ക്ലാരിറ്റി വേണം, അത് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വരും. അതോടൊപ്പം നമ്മുടെ പിന്നെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കോൺഫിഡൻസ് ഒരുപാട് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് എ വേ ഓഫ് improving your communication skills. So thank you. Bye.